ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. നമസ്കാരം. ഞാനിന്ന് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എവിടെ നിന്നാലാണ് കറക്റ്റ് കാണാൻ പറ്റുക എന്നുള്ളത്. അവിടെ ഇരുന്ന് സംസാരിക്കുക. സൗണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന ബ്രോസിൽ നമ്മുടെ കേരളത്തിൽ മോട്ടോർ ബൈക്ക് ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സ്വയം ഇത് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം തരാനാണ്. 3-1 പൈസ, പണവും ലാഭം, ക്വാളിറ്റിയും മെച്ചം ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ പറയട്ടെ, ബഹുഭൂരിപക്ഷം മെക്കാനിക്കുകളും സത്യസന്ധരാണ്, ഡീസൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ക്ഷമിക്കുക, ഞാൻ വോളിയം കൂടാൻ വണ്ടികൾ പോകും. ഭൂരിഭാഗം പോലും ഡീസൻ്റായ മെക്കാനിക്കുകളാണ്. പക്ഷേ ചില ആൾക്കാർ ഉടായിപ്പന്മാരുണ്ട്. അതൊന്നും. 2, ഇയർലി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓയിൽ മാറുക, ഓയിൽ ഫിൽറ്റർ മാറുക, പിന്നെ വേണമെങ്കിൽ എയർ ഫിൽറ്റർ മാറുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഓയിൽ ഫിൽറ്ററും ഏത് ബൈക്കിൻ്റെ ആയാലും എങ്ങനെ മാറാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും കുറച്ച് ടിപ്സും പറയാനാണ്. ഇത് ഇൻഫോർടൈൻമെൻറ്റ് പർപ്പസിനാണ് ഞാൻ പറയുന്നത്. കണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്തിട്ട് എന്നെ കുറ്റം പറയരുത്. കാരണം യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് ഇത് പറയണം എന്നുള്ളത്. പലപ്പോഴും എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീസൻ്റായിട്ട് ചെയ്യുന്നവർ ഡീസൻ്റായിട്ട് ചെയ്ത് നമുക്ക് തരും. അല്ലാത്തവർ ഓയിൽ ഇതിൽ ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ ഒക്കെ ചില ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ വെച്ചിട്ട് 1 ലിറ്റർ ഓയിൽ ഒഴിക്കണമെങ്കിൽ അവർക്ക് അതിൽ 600 ml പുതിയത് ഒഴിച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു മാതിരിപ്പെട്ട എല്ലാ ടൂളുകളൊന്നും വേണ്ട, നമ്മുടെ വണ്ടിയുടെ കൂടെ വരുന്ന ടൂളുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് തുറക്കാനും ഓയിൽ ചേഞ്ച് ചെയ്യാനും എങ്ങനെയാണെന്നുള്ളത് പറയാനാണ്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളാണ്. കാറിൻ്റെയും 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഇനിയിപ്പോൾ ഓസ്ട്രേലിയക്ക് പോവുകയാണെങ്കിൽ മോട്ടോർ ഹോം തൊട്ട് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഫുൾ വർക്ക് ആരോഗ്യമുള്ളിടത്തോളം സ്വയം ചെയ്യാനാണ്. അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇയർലി ഓയിലും ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യാനും, കൂളൻ്റ് റേഡിയേറ്ററുള്ള ബൈക്കുകളാണെങ്കിൽ കൂളൻ്റ് ഒക്കെ 10-30,000 കിലോമീറ്റർ കൊടുക്കുകയൊക്കെ ചെയ്യാനും, ഫ്യൂവൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനും, ബ്രേക്കിംഗ് സിസ്റ്റം, അതിൻ്റെ കാലിപ്പർ, ബ്രേക്ക് പാഡ് മാറുക, കാലിപ്പർ റീബിൽഡ് ചെയ്യുക. കാലിപ്പറിനൊക്കെ ഭയങ്കര പൈസ വാങ്ങും. പുതിയത് അങ്ങനെ വാങ്ങാൻ പറയും. പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് WD-40 ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് പുതുപുത്തനാക്കാം. അപ്പോൾ 100-300 യൂറോ അല്ല 10,000-15,000 കൊടുക്കുന്നതിന് പകരം 200 രൂപയ്ക്ക് റീബിൽഡ് ചെയ്യും എന്ന് തുടങ്ങി. എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാനല്ല. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതിനുള്ള ചില ടിപ്സും കാണിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ ക്യാമറ കുറച്ച് അകലെയാണ്, ഞാൻ അടുപ്പിച്ച് വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. റെക്കോർഡാവുന്നുണ്ട്. അപ്പോൾ പൊതുവായിട്ട് ഏത് ബൈക്കിനായാലും, നമ്മുടെ ബൈക്കിൽ നാട്ടിലെ ഏത് ബൈക്കിനായാലും ഓയിൽ റിമൂവ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതെപ്പോഴും അതിൻ്റെ താഴെയായിരിക്കും. ഓയിൽ ഫില്ല് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടാവും, അതതിൻ്റെ മുകളിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിൻ്റെ ഞാൻ കാണിച്ചാൽ, കൈ ടച്ച് ചെയ്തപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് ഇതാണ്. അപ്പോൾ താഴെയുള്ള ഭാഗത്ത് ഇതൊരെണ്ണേ കാണും. അതിൻ്റെ ടൂള് സാധാരണയായിട്ട് അത് 17 നമ്പറാണ്. 17 നമ്പർ അത് നിങ്ങളുടെ ടൂൾ ബോക്സിലുണ്ടാവും. അത് അതിൽ ഫിറ്റ് ചെയ്തിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഡ്രെയിനാവും, ഓയിൽ ഡ്രെയിനായിരിക്കും. പിന്നെ അടുത്ത ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ ഫില്ല് ചെയ്യലാണ്. ഓയിൽ ഫില്ല് ചെയ്യാനുള്ള ഇത് പല രീതിയിലായിരിക്കും. ഇപ്പോൾ നാട്ടിലും മിക്കവാറും ഇതുപോലത്തെയൊക്കെ തന്നെയാണ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കതാ.
ഇത് തുറന്നിട്ട് അതിൽ കൂടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് ഇതിൽ കൂടെ ഡ്രെയിൻ ചെയ്യുന്നു, ഇതിൽ കൂടെ ഫില്ല് ചെയ്യുന്നു. ഇത് രണ്ടും ആദ്യം ഇപ്പോൾ ഞാൻ പറയുന്നു. ഇനി അടുത്തത്, എല്ലാ വണ്ടികൾക്കും ഒരു ഓയിൽ ഫിൽറ്റർ ഉണ്ടാവും. അത് മിക്കവാറും ഏത് വണ്ടിയുടെ മാനുവലിൽ നമുക്ക് നോക്കിയാൽ കാണാം. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡാമേജ് ഇല്ലാതെ തുറക്കാം, എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിക്കാനുള്ള പരിപാടിയിലാണ്. വേറെ എന്തായാലും പറയാനുള്ളത് നോക്കട്ടെ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ആംഗിളിൽ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബോൾട്ട് ഇവിടെയാണ്. ഇതാണ് ബോൾട്ട്. ഓക്കെ, അപ്പം ഞാനത് തുറക്കാനുള്ള ചില ടിപ്പുകൾ പറഞ്ഞുതരാം. അത് വളരെ സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബലം പ്രയോഗിച്ച് അടിച്ച് പൊളിച്ച് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തുറക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് സാധാരണ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ചില ബോൾട്ട് ഇരിക്കട്ടെ, ചില ബോൾട്ട് റെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ തുറക്കാൻ പാടായിരിക്കും. അതിന് വളരെ സിമ്പിളായ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, തലേ ദിവസം ആ ബോൾട്ട് വെക്കി. ഇപ്പോൾ ഇതാണ് ഡ്രെയിൻ ചെയ്യണ ബോൾട്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാവുന്ന ബോൾട്ട് ഇതാ, അല്ലെങ്കിൽ ഇതാണ്. ഉദാഹരണം പറയാം, കുറച്ച് ഡീസലോ WD-40 വാങ്ങിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുക തലേ ദിവസം. അടുത്ത ദിവസം നമ്മൾ സർവീസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അത് കുറേയൊക്കെ റെസ്റ്റ് കളയും. രണ്ടാമത് ചെയ്യേണ്ടത്, ഒരു ടൂളുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ അടിക്കുക. അടിച്ച് പൊളിക്കുകയല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ശരിക്കും അമർത്തി പിടിച്ചിട്ട് അടിക്കുക. കുറച്ച് നേരം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ത്രെഡ് ഉണ്ടാവും. നമ്മൾ മുറുക്കുമ്പോൾ ആ ത്രെഡ് എന്താ സംഭവിക്കണത്, അതിൻ്റെ ഉള്ളിലൊരു വര, കനാല് പോലുള്ളൊരു വരയായിരിക്കും. വരയിലേക്ക് ഈ ത്രെഡ് കയറിയിരിക്കുകയാണ്. ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, മുകളിലേക്കും താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് വരും ഇങ്ങനെ, ഇല്ലേ? അപ്പോൾ അത് റിലീസാവും. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അത് കാണിക്കാം. വീഡിയോ കുറച്ചുകൂടി അടുത്ത് വെക്കണോ എന്നാലാണോ നിങ്ങൾക്ക് എളുപ്പം അറിയില്ല, നോക്കട്ടെ. ഇതാണ് ആ ബോൾട്ട്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഓയിൽ തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഫോൺ ബാക്കിലേക്ക് വെക്കുകയാണ്. കാരണം ഫോണിലേക്ക് തെറിക്കുണ്ടാവും. നോക്കട്ടെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്നാ ബോൾട്ട്. ഇവിടെയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ തുറക്കണ രീതി ഒന്ന് കാണിച്ചു തരാം. ഓയിൽ ഡ്രെയിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ പല രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സൈസ് നോക്കിയിട്ട് ലോകത്തുള്ള മുഴുവൻ ടൂളും വാങ്ങണ്ട. ഇത് 17ആണ്. യൂണിവേഴ്സലി മിക്കവാറും ബൈക്കിൻ്റെയും കാറിൻ്റെയും എല്ലാ രാജ്യങ്ങളിലും 17ആണ്. ചിലതിൻ്റെ ഉണ്ട്, വോക്സ്വാഗൻ, BMW, ഓഡിയുടെ ഒക്കെ 22 ഉള്ളതുണ്ട് തുറക്കാൻ നമ്പർ. അപ്പോൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാനാണ് മിക്കവാറും നമ്മുടെ ടൂൾ ബോക്സിലുണ്ടാവും. ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. എന്നാലും ആ നമ്പർ നോക്കിയിട്ട് വാങ്ങി ഒരെണ്ണം വെച്ചാൽ അധികം പൈസയുള്ള കാര്യമൊന്നുമല്ല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, അയർലൻഡിലൊരു ഇതേ സർവീസ് ഒരു കാറിന് ചെയ്യണമെങ്കിൽ €200 കൂട്ടാം. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എനിക്കത് €50 നിൽക്കും. അപ്പോൾ €150 ആണ് ലാഭം. മാത്രമല്ല, ഞാനീ പറഞ്ഞ മാതിരി ഡ്രെയിൻ ചെയ്യുമ്പോഴുള്ള ചില ഉടായ്പകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഉടായ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതങ്ങ് ആദ്യം ഡ്രെയിൻ ചെയ്യും. ഡ്രെയിൻ ചെയ്യുമ്പോൾ ഓയിൽ വീഴും. അപ്പോൾ ഫുള്ള് ഓയിൽ വീഴില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആലോചിക്കുക, നമുക്കൊരു വീടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലും ഡോറുണ്ട്, ബാക്കിലും ഡോറുണ്ട്. നമുക്ക് എയർ മുഴുവൻ കളയണം.
എയർ മുഴുവൻ കളയണമെങ്കിൽ ഫ്രണ്ട് ഡോർ മാത്രം തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ മുഴുവൻ പോവുമോ? എയർ മുഴുവൻ പോവില്ല. ബാക്കിലെ ഡോറും കൂടി തുറന്നിട്ടാൽ അല്ലെങ്കിൽ മറ്റ് വിൻഡോസും കൂടി തുറന്നിട്ടാൽ ക്രോസ് വെൻറ്റിലേഷൻ നടക്കും. അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ ഉള്ളത്. ഇത് ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അപ്പുറത്ത് ആ ഫില്ല് ചെയ്യണ ക്യാപ്പ് ലൂസ് ചെയ്ത് വെക്കണം. ലൂസ് ചെയ്ത് തുറന്നു വെച്ചാൽ വല്ല പൊടിയും വീഴും. മൊത്തം ലൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ മൂടി വെച്ചാൽ മതി. അപ്പം ഞാനത് ചെയ്യാൻ പോകണം, കാണിച്ചു തരാം. ഹായ്. Oh, that's fine. You leave it here. Perfect. Thank you. Thank you. That's fine. Cheers. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അങ്ങ് ലിഫ്റ്റ് ചെയ്യുക. തുറന്നു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ തന്നെ വയ്ക്കുക. ഇതിങ്ങനെ വയ്ക്കുക. അപ്പോൾ അതിൽ കൂടെ എയർ പൊക്കോളും. എയർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ ഓയിൽ അവിടെ കിടക്കും. ഇനി രണ്ടാമത്തെ, ഇതിപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഞാൻ പറഞ്ഞ മാതിരി ക്രോസ് വെൻറ്റിലേഷൻ. രണ്ടാമത്തെ ക്രോസ് വെൻറ്റിലേഷനാണ് ചില ഉടായിപ്പന്മാർ ഗ്യാരേജിലുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഡ്രെയിൻ ചെയ്യും. എന്നിട്ട് മുറുക്കിയിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ കുറേ ഓയിൽ വീണ്ടും ഓയിൽ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓയിൽ ഡ്രെയിൻ ചെയ്യണം. ഓയിൽ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓയിൽ ഫിൽറ്ററും കൂടി റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നീക്കി വയ്ക്കട്ടെ. ഇത് റിമൂവ് ചെയ്യില്ല. ഇതാ ഓയിൽ ഡ്രെയിൻ. ഈ സൗണ്ട് റെക്കോർഡ് ആവുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം നമുക്ക് തുറക്കേണ്ട സാധനം എടുക്കുക. അതൊന്നുമില്ലെങ്കിൽ ഈ ടൂൾ ബോക്സിൽ കിട്ടും, അല്ലെങ്കിൽ തിരിക്കാവുന്ന കിട്ടും, അല്ലെങ്കിൽ സ്പാനറും കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സൈസ് ഇതല്ല, ഇതാ സൈസ് 17. അത് നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ത്രെഡ് അഴിയാനാണ്. ആ ത്രെഡ് നമുക്ക് ചെറിയൊരു ഫോഴ്സ് കൊടുക്കാനാണ്. അതൊന്ന് കുലുങ്ങി ത്രെഡ്. ഇനി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആളുകൾ കാണിക്കുന്നതാണ് മുക്കിയിട്ടൊക്കെ. ഞാനൊക്കെ ആദ്യം പഠിക്കും വേണം മുക്കി മുഖമൊക്കെ ചുമന്ന്. അതല്ല വേണ്ടത്. ടോർക്ക് എന്ന് പറയും. ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ കറക്കാനുള്ള ശക്തിയാണ് ടോർക്ക്. അപ്പോൾ ആദ്യമൊക്കെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മീററ്റിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് 10-90 വയസ്സായ ബുള്ളറ്റ് പണിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് വാങ്ങിപ്പെടാൻ നാട്ടിൽ കൂട്ടുകാരന്മാർ കൊണ്ടുവരുമായിരുന്നു. 10-60 വർഷത്തെ സർവീസ്, ആർമി ഇന്നുവരെ കഴിഞ്ഞു അപ്പാപ്പന്മാർ. അവർക്ക് അവർ പറയും പണി ഞാൻ ചെയ്യാം, മൊത്തം കൂടണം എന്ന് പറയും. അപ്പോൾ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ കൂടെ കൂടി എന്ന് കുറേ കണ്ടിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ വന്നിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. ഈ സാധനം ഏതാ, നമുക്ക് തുറക്കാനുള്ള സംഗതി അത് ഏതായിക്കോട്ടെ, റെഞ്ചായിക്കോട്ടെ, ഇനി മറ്റു രീതിയിലുള്ള സ്പാനർ ആയിക്കോട്ടെ, എടുക്കുക, അടിക്കുക, പതുക്കെ അടിക്കുക. തുറന്നു. ഇനി ചിലപ്പോൾ ഇന്നത്തെയാണ് ഏറ്റവും ട്രിക്കിയായ പാർട്ട്. അത് എപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓയില് വണ്ടി ഒന്ന് റേസ് ചെയ്ത് ചൂടാക്കിയിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറുക്കിയിട്ട് വണ്ടി ഒന്ന് റേസ് ചെയ്യണം. കാരണം മോട്ടോർ ബൈക്കിൻ്റെ ഓയിൽ കാറിനേക്കാളും തിക്കായിരിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ, വണ്ടി ഒന്ന് ചൂടാക്കട്ടെ. അതുമാതിരി വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മോട്ടോർ ബൈക്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ പലരും കാറിൻ്റെ അതേ ഓയിലിടും. നമ്പർ സെയിം ആയിരിക്കും. നമ്പർ 1040 10W40
5W20 ഒക്കെ ആയിരിക്കും. അത് പോരാ, മോട്ടോർ ബൈക്കിൻ്റെ തന്നെ ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ ബൈക്കിൻ്റെ ക്ലച്ചില്ലേ വെറ്റ് ക്ലച്ചാണ്, കാറിൻ്റെ ക്ലച്ച് ഡ്രൈ ക്ലച്ചാണ്. അതായത് കാറിൻ്റെ ഓയിൽ മോട്ടോർ ബൈക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെറ്റ് ക്ലച്ചായതുകൊണ്ട് ക്ലച്ച് പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് കൂടി ഓയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിലെ കെമിക്കലും ഇതിലെ കെമിക്കലും വേറെയാണ്. കാറിൽ ഓയിൽ മോട്ടോർ ബൈക്കിൽ ഒഴിച്ചാൽ ക്ലച്ച് കേടാവും, ക്ലച്ച് പ്ലേറ്റ് കേടാവും, ചൂടാവും, അറിയും, പെട്ടെന്ന് കേടാവും. മോട്ടോർ ബൈക്കിൽ ഓയിൽ കാറിൽ ഒഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കില്ലേ, സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം, എന്നിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്യണം കാണിക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി, കാരണം ചൂടാക്കി പെട്ടെന്ന് ഡ്രെയിനാവും, അല്ലെങ്കിലും ഡ്രെയിനാവും. നമ്മൾ കുറേ നേരം വെക്കണം. പിന്നെ ഗ്യാരേജ് കയറി ചെയ്യുന്ന മറ്റൊരു പണിയാണ്, ചിലർ തിരക്കൊണ്ടായിരിക്കും, കുറേ വണ്ടി ഉണ്ടാവും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അങ്ങ് ഡ്രെയിൻ ചെയ്യും. ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറെങ്കിലും വയ്ക്കും. ഇപ്പോൾ മാക്സിമം ഓയിൽ ഡ്രെയിൻ ചെയ്യും. പിന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. റെക്കോർഡാവുന്നില്ലെങ്കിൽ ഞാൻ കമൻട്രി ആഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങാനും പ്രദർശിച്ചാൽ ഓയിൽ ക്യാമറയിലേക്ക് തെറിച്ചാൽ ചില സമയത്ത് നമുക്കറിയില്ല, ഫോഴ്സ് ക്ലീൻ ചെയ്തതിന് ബാക്കി റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, ക്ഷമിക്കുക. ഗ്ലൗസൊന്നും വേണ്ട, കൈ എഴുതാം. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ചില സമയത്തേ ആ ഫോഴ്സ് കൊണ്ട് മിക്കവാറും ഗ്യാരേജിൽ സംഭവിക്കണം, അവർ പുറത്ത് പറയാറില്ല, തെറിച്ച് ഓയിലേക്ക് വീഴും. വീണാലും നമുക്ക് എടുക്കാമല്ലോ, അത്രേ ഉള്ളൂ. അപ്പം ഞാനത് ഡ്രെയിൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം അതിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് കയ്യിൽ നിന്നേ കണ്ടോ ഡ്രെയിനായി. അപ്പോൾ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾട്ട്, അതിനൊരു വാഷർ ഉണ്ട്. ആ വാഷർ ഒക്കെ ആക്കി അങ്ങനെ തന്നെ വയ്ക്കാം. ഞാൻ വാഷർ കാണിച്ചു തരാം. വാഷർ നമ്മളൊന്ന് റിമൂവ് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കണ്ട, ഒന്ന് ക്ലീൻ ചെയ്യുക, നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ ബോൾട്ട് ഇത്തിരി W40 അടിച്ചിട്ട് അത് ഒന്ന് ക്ലീൻ ചെയ്യാം, അതുപോലെ ഒന്ന് തുടയ്ക്കുക. ഓക്കെ. അപ്പോൾ ഓയിൽ ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും, കുറച്ച് സമയം എടുക്കും. ഞാൻ പെട്ടെന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഫുൾ ഓയിലും എടുത്തിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫുൾ ഡ്രെയിൻ ആവട്ടെ. ഓക്കെ, കുട്ടപ്പനായി ബോൾട്ട്.
WD-40 വെച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്റ്റ് പിടിക്കില്ല. ശരിക്കും WD-40 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് നാസ ആദ്യമായിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഈ സാറ്റലൈറ്റുകളും റോക്കറ്റുകളും ചന്ദ്രയാൻ അങ്ങനെ അവിടേക്കൊക്കെ ഇല്ലേ, അതിലുള്ള പാർട്സ് ഒരിക്കലും റസ്റ്റ് ആവാതിരിക്കാൻ ഒരു റിസർച്ച് ടീമിനെ കണ്ടുപിടിച്ച് ലോകത്തെ എക്സ്പെർട്ടുകൾ ചേർന്ന് 40 തവണ ട്രയൽ ചെയ്ത് 40ാമത്തെ അറ്റംപ്റ്റിൽ പെർഫെക്റ്റ് ചെയ്തേക്കുന്ന സാധനമാണ് WD-40. ഒരുപാട് ഗുണങ്ങളുള്ള. ഇനി അതില്ലെങ്കിൽ ഡീസലോ മണ്ണെണ്ണയോ ആയാലും മതി, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. അപ്പോൾ ബോൾട്ട് റെഡിയാണ്, വീണ്ടും മുറുക്കണമെങ്കിൽ. ഓക്കെ, ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത നടപടി ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യലാണ്. അത് ഓരോ ബൈക്കിനും ഓയിൽ ഫിൽറ്റർ കാണും. ചില ബൈക്കിൻ്റെ ഓയിൽ ഫിൽറ്ററുകൾ വളരെ എളുപ്പമായിരിക്കും, ഇതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നട്ടും ഇതൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേപ്പർ കൊണ്ടുള്ളൊരു സിലിണ്ടറിക്കൽ സാധനം. ഇത് അത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ടൂൾ ഇല്ലെങ്കിൽ, എൻ്റെ കയ്യിൽ ടൂളുണ്ട്, ഇത് പിടിച്ചിട്ട് തിരിച്ചാൽ മതി. അതില്ലെങ്കിൽ എളുപ്പത്തിനുള്ളൊരു ടൂൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബെൽറ്റോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ ഫിൽറ്ററിന്മേ ഒരു കെട്ട് കെട്ടുക. കാണിച്ചു തരാം. ഫിൽറ്ററിൻ്റെ ചുറ്റും ഒരു കെട്ട് കെട്ടുക, നല്ലപോലെ മുറുക്കി കെട്ടുക. എന്നിട്ട് ഇതുപോലെ ഒരു ടൂൾ എടുക്കുക, അതുമ്മേം ഒരു കെട്ട് കെട്ടുക. എങ്ങനെ ഒരു കെട്ട് കൂടി കെട്ടുക, മുറുക്കി. കെട്ടുക. എന്നിട്ട് ഇത് നല്ലപോലെ തിരിച്ച് ടൈറ്റ് ചെയ്യുക, അങ്ങനെ മുറുക്കുക. പറഞ്ഞ് മനസ്സിലായി? ട്വിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്ററിന് നമുക്കൊരു പിടുത്തായി. എന്നിട്ട് കൈയും ഒരു കൈയും ഉപയോഗിച്ച് വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും അങ്ങനെ ചുറ്റിയേക്കാണ്. വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും ആക്കിയാൽ തുറന്നു വരും. കാരണം ഇത് ഓവർ ടൈറ്റ് ചെയ്യില്ല അധികം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിൽ ഫിൽറ്റർ ഇനി റിമൂവ് ചെയ്യണത് കാണിച്ചു തരാം. എനിക്കതിൻ്റെ ആവശ്യമില്ല, എൻ്റെ കയ്യിൽ റെഞ്ചുണ്ട്. മറ്റ് ബോൾട്ടുകൾ മുറുക്കണ പോലെ ഒരു കാരണവശാലും ഓയിൽ ഫിൽറ്റർ മുറുക്കരുത്, പൊട്ടിപ്പോവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വെള്ള തുണിയെ നമ്മൾ കൈ കൊണ്ട് മാക്സിമം ഹാൻഡ് ടൈറ്റ് ചെയ്യുന്നോ അത്ര മതി. അത് കൂടുതൽ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്നൊരു ആത്മവിശ്വാസം കിട്ടാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാൻ പോകുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മെക്കാനിക്കുകൾ ഇത് റിമൂവ് ചെയ്യാതെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഡ്രെയിൻ ആവണ ഓയിൽ നോക്കിക്കോ നിങ്ങൾ, കണ്ടോ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ 600 ലിറ്റർ ആയിരിക്കും പുതിയത് പോകണം, 600 ml ആയിരിക്കും പുതിയത് പോകണം, ബാക്കി അതിൽ കിടക്കണം. ഉടായിപ്പന്മാരുടെ അടുത്ത് പോയാൽ നല്ല ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞു. ഓക്കെ, നോക്കി കണ്ടോ. ഞാനിത് വേസ്റ്റ് ഇടാണ്ട് സാധനം എടുത്തിട്ട് വരട്ടെ. ഇതിലിട്ടാവില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഫുള്ളായിട്ട് ഡ്രെയിൻ ആവുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ,
പിന്നെ ഇതിലുള്ള അടുത്തത് ഞാനിപ്പോൾ ഇതിനോടൊപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യലാണ്. എയർ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ വെച്ചിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നാട്ടിലെ വണ്ടികൾക്ക് ഭയങ്കര സുഖമാണ്, വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റോയൽ എൻഫീൽഡൊക്കെ ഹരമുള്ളവർക്ക് 650 ഒക്കെ സൈഡിൽ ഒരു ബോക്സിലേ തുറന്ന് ചെയ്യാം. എൻ്റെ പഴയ ക്രൂസർ ബൈക്കിൻ്റെ സൈഡിൽ ക്രോം അതങ്ങ് തുറന്നത് അങ്ങ് തിരിച്ചാൽ മതി, എയർ ഫിൽറ്റർ വേണ്ട. പക്ഷേ ഇതിൻ്റെ എയർ ഫിൽറ്റർ വേറെ വലിയൊരു ഇതാണ്. അത് തുറക്കണമെങ്കിൽ ഈ ഫെയറിങ് മൊത്തം അഴിക്കണം, അപ്പുറത്തെ ഫെയറിങ് മൊത്തം അഴിക്കണം, പെട്രോൾ ടാങ്ക് റിമൂവ് ചെയ്യണം, പെട്രോൾ ടാങ്കിൽ നിന്നുള്ള ലൈൻ ഡിസ്കണക്ട് ചെയ്യണം, സെൻസർ, ഇലക്ട്രിക്കൽ വർക്ക്, പിന്നെ റിട്ടേണിങ് വാൽവ് ഒക്കെ റിമൂവ് ചെയ്യണം ബോൾട്ടുകൾ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള ആരോഗ്യവും മൂഡും ഉണ്ടോയെന്ന് അറിയില്ല, അത് വേറെ ദിവസം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓയിൽ ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ആവശ്യമില്ലാത്ത സമയം നിങ്ങളുടെ കളയുന്നില്ല. മൊത്തം ഡ്രെയിനായി കഴിയുമ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓയിൽ ഫിൽറ്റർ എടുക്കുക. പല ഷേപ്പിലായിരിക്കും, നമുക്ക് ഓരോന്നിൻ്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഇതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഓറിങ് ഉണ്ട്, അതിൽ കുറച്ച് ഓയിൽ തേക്കണം. ഓയിൽ തേച്ചില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അടുത്ത തവണ ഞാൻ പറഞ്ഞ മാതിരി മുക്കണ്ട വരും അഴിക്കാൻ. ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ചാൽ ഓക്കെ, നല്ല പോലെ സ്മിയർ ചെയ്ത് വെച്ചാൽ അകത്തേക്ക് വീണെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തേക്കാണ് ഓയിൽ പോകുന്നത്, കുറച്ച് അകത്തായി എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞാനത് ഫിറ്റ് ചെയ്യാൻ പോകും. ഓയിൽ ഏകദേശം ഓക്കെ ആയി, ഡ്രിപ്പ് മാത്രമേ വീഴാനുള്ളൂ. അതിന് മുമ്പ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. നല്ലപോലെ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ തുണി കൊണ്ട് തുടച്ചാൽ മാത്രം പോരാ. ഞാൻ ചെയ്യാറുള്ളത് ഇവിടെ എന്താ മറ്റേ W40 നോക്കട്ടെ, ഞാൻ ചെയ്യാറുള്ളത് WD-40 ഒന്ന് അടിക്കും, എന്നിട്ട് തുടയ്ക്കും. എല്ലാ റെസ്റ്റും പോകും. ഇത്ര ആത്മാർത്ഥതയിൽ നമ്മൾ ചെയ്യണ പോലെ ഗ്യാരേജിൽ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ക്ലോക്ക് വൈസ് മുറുക്കുക. നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആൾക്ക് കൈ കൊണ്ട് എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്താൽ മതി എയർ ഫിൽറ്റർ. ഇനി അതല്ല, അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു സ്പാനർ എടുക്കുന്നു, സ്പാനർ ഫിറ്റ് ആവും. സ്പാനർ 17 തന്നെയാണോ ഫിറ്റ് ആവണമെന്നോട്ട്.
അല്ലെങ്കിലത്തെ ഓൾട്ടർനേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ബെൽറ്റ് വെച്ചിട്ടുള്ള പ്രയോഗം ഞാൻ പറഞ്ഞു. തുണി ഇത് അതിൻ്റെ ആ പെയിൻറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് റഞ്ച് ചുറ്റുമ്പോഴേ ലുക്ക് കൊണ്ടാന്ന് വെച്ചിട്ട്. ലുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതിലേക്ക് കയറ്റാൻ പറ്റാത്തത്. ഞാൻ സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി കഴിയുമ്പോൾ ബാക്കി ഞാൻ ടൈറ്റ് ചെയ്തോളാം. നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? ഇത്രയും ടൈറ്റ് ചെയ്താൽ മതി. നമ്മൾ ഫുൾ ഹാൻഡിൽ എത്രത്തോളം പറ്റുമോ മാക്സിമം ഫോഴ്സിൽ അത്രയും ചെയ്യുക. എന്നിട്ട് ഇത്ര ഇപ്പോൾ ഒരു ക്ലോക്ക് എടുത്താൽ 15 മിനിറ്റ് ഇല്ലേ, 60 മിനിറ്റിൽ 15 മിനിറ്റ് അത്രയും കൂടി ഒന്ന് ചെയ്തേക്കാം. ജസ്റ്റ് ഫോർ സേഫ്റ്റി. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചെയ്യാറില്ല, കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണ കേട്ടിട്ട് ചെയ്യണ്ട. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഡ്രിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് നോക്കിയിട്ട് കല്ല് കുറച്ച് ഡ്രിപ്പൊക്കെ വന്നോട്ടെ. അത് തീരില്ല നേരം വെളുത്താലും. എന്നിട്ട് ഇവനെ നമ്മളിതിലേക്ക് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ. ടൈറ്റ് ചെയ്യുമ്പോഴും ഓവർ ടൈറ്റ് ചെയ്യരുത്. ഇപ്പോൾ ആളുകൾ ചിലർ അത് പറയുന്നത് സത്യമാണ്. നമ്മൾ ബോലം പിടിച്ച് ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോന്നിനും ഓരോ ടോർക്ക് ഉണ്ട്. അപ്പോൾ ടോർക്ക് റേഞ്ച് എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ കിട്ടും. അതൊക്കെ അധികം നാളായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 10-90 വയസ്സായ ആർമിയിൽ നിന്ന് റിട്ടയർ സകല വണ്ടിയും പഠിത്തവന്മാരെ ഇവിടെ വെക്കുമ്പോൾ ടോർക്ക് റേഞ്ചാ കൈക്കറിയാടാ അതൊന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് പലതരത്തിലുണ്ടല്ലോ. കൈക്കൊന്ന് എടുത്തിട്ട് ഒന്നും കൂടി അവർ കൊടുക്കും. വലിയ വലിയ വണ്ടികളുടെ ആണെങ്കിൽ കൈക്ക് ഫുൾ ബോഡി വെയിറ്റ് കൊടുത്തിട്ട് കാല് വെച്ച് കയറി നിന്നിട്ട് ഇത് ചെയ്യും. ബസ്സിൻ്റെയൊക്കെ നമ്മൾ ടയറിൻ്റെ കാണിക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് എനിക്ക് ആദ്യം കണക്ട് ചെയ്യുക. ഹൈറ്റ് കുറവിൻ്റെ പണിയാണ്. ഉണ്ട്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം. ഇനി എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതി, അത്രേ ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഓയിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വണ്ടിയുടെയും ഗൂഗിളിൽ അടിച്ച് നോക്കാം. നിങ്ങളുടെ കയ്യിൽ യൂസേഴ്സ് മാനുവൽ ഉണ്ടാവും. ആ മാനുവലിൽ കറക്റ്റായിട്ട് പറയും എത്ര ലിറ്ററാണ്. ഇതിപ്പോൾ മാത്രമല്ല നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് അതിൻ്റെ ചില വണ്ടികളുടെ ഒരു ഗ്ലാസ്സിൽ കാണാം അതിൻ്റെ മിഡിൽ വരെ എത്തിയാൽ മതി. അപ്പം ഞാൻ ഓയിൽ ഫില്ലിങ് അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് കാണിക്കാം. ഞാനൊന്ന് നോക്കാം.
അധികം പരിചയമില്ലാത്തവർ ചെയ്യേണ്ടത് കറക്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ മാനുവലിലുണ്ടാവും. മാനുവലിൽ കിട്ടിയില്ലെങ്കിൽ ഗൂഗിളിൽ തപ്പാം. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4 ഉണ്ടാവും ഓരോ കമ്പനിയിൽ. ഇതൊരു 2.6 ലിറ്ററാണ്. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യാൻ പോകും. ഫില്ല് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനും ഒരു സ്റ്റിക്ക് ഉണ്ടാവും, ഇതിനൊരു സ്റ്റിക്ക് ഉണ്ടാവും. ചില മോട്ടോർ സൈക്കിളിന് ഇതുപോലെ ഒരു ട്രാൻസ്പാരൻ്റ് ആയൊരു സ്ഥലമായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കാണാം. തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. കാറിൻ്റെ ആയാലും വാൻ്റെ ആയാലും ഒക്കെ അങ്ങനെയാണ്. നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഓയിലിന് ഒരു മിനിമം ലെവലും മാർക്ക് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടതല്ലേ, മിനിമം വരെയും മാക്സിമം വരെയും ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് ആദ്യം അറിയും. 2.5 ലിറ്റർ, ഇതിനിപ്പോൾ 2.5 ലിറ്ററാണ് ഓയിൽ വേണ്ടത്. അപ്പോൾ 2.5 ലിറ്റർ എന്നുള്ളത് മനസ്സിൽ ഞാൻ വയ്ക്കും. എന്നിട്ട് നമ്മുടെ എന്താണ് ഓയിലിൻ്റെ ക്യാനില്ലേ, ക്യാനിൽ മാർക്ക് ചെയ്യും. അതൊന്നും വേണ്ട, അതിങ്ങനെ ഫില്ല് ചെയ്ത് ഇടയ്ക്ക് ഡിപ്സ്റ്റിക്ക് ചെയ്ത് നോക്കിയാൽ മതിയാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനെടുത്തേക്കുന്നത് വാങ്ങിയേക്കുന്നത് 4 ലിറ്ററാണ്. അപ്പോൾ അതിൽ വരയുണ്ടാവും. 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ. അപ്പം ഞാൻ എന്ത് ചെയ്യും, നമുക്കിതിൽ കാണാം. ഇപ്പോൾ 2.6 ആണെങ്കിൽ ഒരു 2.5 വരെ ഞാൻ ഒഴിക്കും. എന്നിട്ട് ഡിപ്സ്റ്റിക്ക് ചെക്ക് ചെയ്യും. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചിട്ട് അതിനെ ഏകദേശം മാക്സിമം ഇല്ലേ, മാക്സിമം ലെവൽ വരെയല്ല, മാക്സിമം വേണ്ട തൊട്ട് താഴെ വരെ എത്തിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യും. കുറച്ച് നേരം ചൂടാക്കിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെ മിഡിലിൽ നിൽക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം. കാരണം വണ്ടി പഴതും തോറും ഓയിൽ കൂടിക്കഴിഞ്ഞാൽ ഓയിൽ പ്രഷർ വർദ്ധിക്കും. കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം. ഓയിൽ പ്രഷർ മാക്സിമത്തിൽ പഴയ വണ്ടികൾക്ക് അത്രയും നല്ലതല്ല. അതിൻ്റെ മിഡിലിൽ നിൽക്കണതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനത് ഫില്ല് ചെയ്യാൻ പോകണം. 2.5. ലിറ്റർ 2.5. എനിക്കിപ്പോൾ കൈപ്പാങ്ങ് വലത്തെ കൈക്കാണ്. എന്നാലും ഇപ്പോൾ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കൈപ്പാങ്ങ് വെച്ച് ചെയ്യാൻ നോക്കിയാലേ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേണ്ടി വരും. അതങ്ങോട്ട് നീക്കട്ടെ. ഇനിയും അടപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. 2.5. 2.6 ആണ് നമുക്ക് വേണ്ടത്. ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പോൾ ടോട്ടൽ 4ൽ നിന്ന് ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. 4 ലിറ്ററിൽ നിന്ന് 2.5 ലിറ്റർ കുറച്ചാൽ 3.5
4 ലിറ്ററിന് 1.5 ലിറ്റർ ഇവിടെ 1.5 ലിറ്ററിന് നിർത്തണം. 1.5 ലിറ്ററിന്, കാരണം താഴെ നിന്നാണ് 1 2 3 4. ഓക്കെ, അപ്പോൾ 2.5 3.5 4 അതിന് 1.5 ലിറ്റർ കുറയണം. അപ്പോൾ 1.5 ലിറ്ററിന് വരെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ആകുമ്പോൾ തിരിച്ച് ഒഴിക്കുക, ഓവറാക്കാതിരിക്കുക. കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. അവസാന ഫില്ലിങ് എത്തുമ്പോൾ കറക്റ്റാ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൈ പിടിച്ച് നോക്കാതെ ഇങ്ങനെ തറയിൽ വെച്ച് നോക്കുക. തറയിൽ വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം സമനിരപ്പിലായിരിക്കും. ഫുള്ളങ്ങ് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ ടെസ്റ്റ് കൂടി ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ലിപ്സ്റ്റിക്ക് ഓക്കെയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് കുറച്ച് നേരം ഹീറ്റാക്കി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യും. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്യാം. അപ്പം ഞാൻ വീഡിയോ ഇപ്പോൾ അത് കൂടെ നിർത്തുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു.